ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. മേൽപ്പഴനി അമ്പലത്തിൽ പോയ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ എസ് പോവുകയാണ്, നമ്മുടെ മിഠായി തെരുവിലേക്ക്. അപ്പോൾ കോഴിക്കോട് വന്നാൽ മിഠായി തെരുവ് കാണണമല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി മിഠായി തെരുവ് പോയി. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഹോളിഡേയും കൂടി ആയതുകൊണ്ട് പിന്നെ പറയാൻ വേണ്ട, അതിൻ്റെ അകത്ത് കൂടെ നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞങ്ങൾ ഒരുവിധം കടകളിലൊക്കെ കയറി ഒക്കെ കാണും, അതുപോലെ വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചി ഇതേ കുറേ പാത്രങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ 30 രൂപ കടകൾ കുറച്ചുണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ കയറി ചില സാധനങ്ങളൊക്കെ വാങ്ങി, പിന്നെ കുറച്ചൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇറങ്ങി. കുറേ ക്യൂട്ടായിട്ടുള്ള ബോട്ടിൽസ്, അതുപോലെ പ്ലേറ്റുകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മീനൂട്ടിക്ക് ഇതാ കുറേ ബ്രഷ് അങ്ങനത്തെയൊക്കെ അവളെടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിച്ച് അടുത്ത ഷോപ്പിൽ കയറി. അപ്പോൾ മീനു വന്നപ്പോൾ തൊട്ടേ ഇതിലും നോട്ടം വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ, ഈ ചെവി ഇങ്ങനെ പൊങ്ങിക്കളിക്കുന്ന ഈ ഹെഡ്സെറ്റ് പോലത്തെ സാധനത്തിൽ. അപ്പോൾ അവൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യം അവളൊരു കടയിൽ നിന്ന് നോട്ടം ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ അടുത്ത കടയിൽ കയറിയപ്പോൾ അവളത് എടുത്തു എന്തായാലും. അങ്ങനെ അതും പിടിച്ച് നടക്കുകയായിരുന്നു. പിന്നെ ദേ തിരക്ക് കണ്ടില്ലേ, ഇതിൻ്റെ ഇടയിൽ എങ്ങാനും കൈവിട്ട് പോയി കഴിഞ്ഞാൽ കിട്ടില്ല എന്നുള്ള അവസ്ഥയാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ബീച്ച് റോഡിലേക്ക് ഇറങ്ങി. പോകുന്ന വഴിക്ക് നല്ലൊരു ഫേമസ് ആയിട്ടുള്ളൊരു ജ്യൂസ് കട ഉണ്ട്, ഗണേഷ് ഫ്രൂട്ട്സ് ആൻഡ് ജ്യൂസ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ മൂന്നാലിങ്കൽ ജംഗ്ഷനിലാണ് ഈ കട വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എപ്പോഴും ഭയങ്കര തിരക്കാണ്. ഇവിടുത്തെ ജ്യൂസ് നല്ല ടേസ്റ്റാണ് കേട്ടോ. കോഴിക്കോടുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര ഫേമസ് ആയിട്ട് അറിയാണ്ടാവും. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ബട്ടർ ജ്യൂസാണ് കുടിച്ചത്. ഇനി നേരെ ബീച്ചിലേക്ക്.